it here. എന്തോന്നടാ ഇത്? എന്ത് പേരാണിത്? അതോമാരടി തുടങ്ങിയത്. ആര് വേറാരി ശ്രേയസോദർവു കർത്താവ് ഇവന്മാർക്ക് ഇതിലുള്ള പണി. ചട്ടിന്ന് കൈയെടുക്കണം. സൗകര്യമില്ലല്ലോ. നീ എന്തിനാ അതിനെ തല്ലിയത്? എന്റെ പെങ്ങളെ ശല്യം ചെയ്താ നീ ഞാൻ തരും. അത് നീ എതിർത്ത് എന്റെയാണേലും. ആക്കിനെ എല്ലില്ലെന്ന് വെച്ച് 3 മാസം വിളിച്ച് പറഞ്ഞോണ്ടല്ലോ. മോനെ ശ്രേയസേ, നീ ഇവിടുന്ന് മര്യാദക്ക് പോവില്ല. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? നീ വന്നേ. വീടടാ എന്നെ. മതിടാ. എടാ മീരമ്മ വന്നു. വന്നേ തലനാരിയൊക്കെ ഇപ്രാവശ്യം രക്ഷപ്പെട്ടത്. സത്യം പിടിച്ച് എന്നെ സസ്പെൻഷൻ അടിച്ച് കൈ തന്നേനെ. നിനക്കൊക്കെ പേടിയാണെങ്കിൽ ഇവിടെ നിന്നാ പോരാണോ? ഇതിനെ കെട്ടിയിരുന്നത് വന്നത്. അങ്ങനെ പറഞ്ഞൂടാ. നിനക്കൊക്കെ എടാ ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഓ ആ തേണ്ടിയായിരിക്കും. ആര്? അതൊരു അല്ലാതാര്? അല്ലേലും ആ നാരിക്ക് 2 കൂടെ കിട്ടണമായിരുന്നു. അവന്റെ കയ്യിലിരിപ്പ് വെച്ച് ശ്രേയസ് അവനെ കൊല്ലാണ്ട് വിട്ടത് ഭാഗ്യം. നിനക്ക് എന്താണ് അനിച്ചു? ആ മീരമാം എങ്ങാനും പിടിച്ചിരുന്ന് അറിയാലോ. കഴിഞ്ഞ പ്രാവശ്യം പ്രിൻസ് നമുക്ക് ലാസ്റ്റ് വാണി തന്നതാ. പിന്നെ പെങ്ങളെ ശല്യം ചെയ്തവൻ ഞാൻ കെട്ടിപ്പിടിച്ച് ഒന്നും കൊടുക്കണായിരുന്നു. അതിന് നമ്മളാ നാലുകെട്ടൊന്നും പൊട്ടിച്ചതല്ലേ. അല്ലെങ്കിൽ എല്ലാ വള്ളിക്കെട്ട് കറക്റ്റ് ആദർശിന്റെ മേലെ എങ്ങനെയാണോ പോയി വീഴുന്നത്? ആ നാളെ ഇവന്റെ കസിന് നേരത്തെ അറിഞ്ഞതിനെ ഒന്നുകൂടെ കൊടുക്കായിരുന്നു. എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ജയിലിൽ കിടന്ന് അരി വെച്ച് കളിക്കേണ്ടി വന്നാല് അമ്മാതിരി ഇല്ലായിരുന്നു. കുഞ്ഞ സംസാരിക്കും. നീ ഇതിന്റെ ഇടയിൽ കൂടെ അവർക്ക് റിപ്പോർട്ടും കൊടുത്തു. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ പറ്റത്തുള്ളൂ. മാറി ഹലോ, എല്ലാം അറിഞ്ഞേ കാണുമല്ലോ. നീ ഈ പ്രാവശ്യം ഞാനല്ല ആ നാളെ ഇങ്ങോട്ട് വന്ന് മെക്കിട്ട് കയറിയ. എന്റെ ചേട്ടായിട്ട് മോശമൊന്നും അല്ലല്ലോ. ഉണ്ണി ഒരുത്തനാണ് ശല്യം ചെയ്തു, എന്നിട്ട് നിങ്ങൾ പൊട്ടിച്ചു. അത് വരെ ഓക്കെ. പക്ഷെ നാളെയുടെ കസിനായിട്ട് എന്തിനാ വഴക്കിടാൻ പോകുന്നത്? അതിന്റെ ലോജിക് എന്താ? ആ നാളെയുടെ കസിൻ വേറെ ആരല്ല, ആ അതർവാണ്. മറ്റേ ആജന്മ ശത്രു അല്ലേ? ആ ലെവലായി തന്നെ. എന്ത് കോപ്പാണേലും വേണ്ടില്ല, ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്തോണം. അല്ലേ അറിയാലോ തന്നെ. ഉത്തരവ് മഹാറാണി. അപ്പൊ ശരി, ഞാൻ ഈ ക്ലാസ്സിൽ കയറട്ടെ. അല്ല ഡാലിന്റെ ഹാഫ് ഡേ അറ്റൻഡൻസ് കട്ടി. അല്ല ചേട്ടായിക്ക് മൂവി ഇട്ടില്ലേ? അടിപൊളി. അപ്പൊ ചെന്ന് കിട്ടാവുന്നതൊക്കെ കൈയോടെ വാങ്ങിച്ചു. എന്നാ പെട്ടെന്ന് പോയി നാത്തോടെ സോപ്പിടാൻ നോക്ക്. പുള്ളിക്കാരി അവിടെ നിന്ന് ബോറടിച്ചു കാണും. ബൈ. എന്താടാ മൂവി ഡേറ്റിന്റെ കാര്യം ഞാൻ മറന്നുപോയി. ഇന്നവളെന്നെ കൊല്ലി. നന്നായി, നീ വേഗം ചെല്ലാൻ നോക്ക്. ഞാനെന്നാ പോയിട്ട് വരാം. എടാ പോണ വഴിക്ക് ആ കാണിക്കുന്ന കുറച്ച് പൈസ കൊണ്ടിട്ടു. എന്തിന്? അല്ല അവിടെ നിന്നെ കാത്തൊരു കടുവയിരിക്കില്ലേ, അവിടെ നിന്നെ തട്ടാതിരിക്കും. പോടാവില്ലേ? തിങ്സ് കിട്ടിയ ഇല്ല ചോദിച്ചു ഒരു സുഖം. അതും പെണകനെ ഇന്ന് നമ്മുടെ 3rd ആനിവേഴ്സറി അല്ലേ? അപ്പൊ അതറിയാം. എന്നിട്ടല്ലേ ലേറ്റ് ആയത്? ഞാൻ ചെറിയ തിരക്കിലായി. പുതിയ കാര്യമല്ലല്ലോ. സോറി. എന്റെ ചേട്ടനെ അറിയാതെ വീട്ടിൽ നിന്ന് ചാടാൻ ഞാൻ പെട്ട പാട്. അതോർക്കുമ്പോ നിന്നെടുത്ത് കിണറ്റി അറിയാനാ തോന്നുക. ചെറുകണ്ട, ഇനി മൂവി കാണുന്നൊന്നും നടക്കൂല. വല്ല കേഫിലോട്ട് പോവാം. പറ്റില്ല, ആനിവേഴ്സറിയായിട്ട് മുഖം വെറുപ്പിച്ചേക്കാൻ സമ്മതിക്കില്ല. ഓഹോ, അപ്പൊ ഗിഫ്റ്റ് വേണ്ടല്ലേ? ഗിഫ്റ്റോ? എവിടെ? അപ്പൊ പിണക്കം? അങ്ങനെ 2 ആക്കി മടങ്ങി കാറ്റ് പറത്തി. നല്ല വില.
ഇവിടെ അല്ല എനിക്കുള്ള ഗിഫ്റ്റ് ഇവിടെ. എന്നാ ആഹാ അടിപൊളിയാണല്ലോ. നീ എന്ത് വിചാരിച്ചു? ആകെ സുമ്മാവാ. പക്ഷെ ഇത് പോലല്ലോ. പിന്നെ ഇന്ന് പാടി 이 단순한 감정들이 내겐 전부였나 봐 혼잣짐을 다다시 그때 먼저 만나면 눈을 보고 말을 해요 보고 싶었어요 To be 얘기하는 아무제 야못해 Love it so mad, love it so mad. ഹായ് വാസു. ഇന്ന് പൂമുഖമതിക്കെത്തുന്ന കാത്തിരിപ്പാണല്ലോ. നിങ്ങൾക്ക് പോലുള്ള സന്താനങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ പലയിടങ്ങളിലും കാത്തു നിൽക്കേണ്ടി വരും. അതെന്താ വാസു അങ്ങനൊരു ടോക്ക്? എന്നെ പോലെ ഇത്ര സലിക്കുള്ള സമ്പന്നനായ മകനെ വേറെ എവിടുന്ന് കിട്ടാനാ? ഓ മകന്റെ സ്വഭാവ മഹിമ ഞാനിന്ന് അറിഞ്ഞു. എന്തോ കുത്തി പറയും പോലെ. കുത്തല്ല എന്നാൽ അടി കിട്ടാത്തതിന്റെ കുറവാണ് എനിക്ക്. നീ ഇന്നലെ കോളേജിൽ അടി ഉണ്ടാക്കി. ഞാനോ? ഈ അടിയെന്ന് വെച്ച എന്തോ വാസു? വാസു നോ. മൈ ഡിയർ പുന്നാര മോനെ, നിന്നെയൊക്കെ പറിച്ചു വിട്ട ഞാനാടാ, അത് മറക്കണ്ട. വാസു അത് വലിയ അടിയൊന്നും അല്ല. കോളേജിൽ നടന്ന ചെറിയൊരു വാക്ക് തർക്കം. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ യു നോ. നിന്നെ അടി ഉണ്ടാക്കാനില്ല കോളേജിലേക്ക് വിടുന്നത്. അറ്റൻഡൻസ് ക്ലോസ് ചെയ്താലേ എക്സാമും കഴിഞ്ഞ് ഇനി എന്റെ മോൻ അടി ഉണ്ടാക്കാൻ അങ്ങോട്ട് പോകണ്ട. മര്യാദക്ക് അച്ഛൻ്റെ കൂടെ കമ്പനി പോക്കണം. അത് വാസു പറഞ്ഞത് പോയിട്ട്. അച്ഛാ എടാ മാന് നമുക്ക് കമ്പനി പൊളിക്കാനേ. അച്ഛാ ഈ ഒരു മന്തുപോലെ കോളേജുള്ളു. പിന്നെ ലൈഫ് ലോങ് ഞാൻ ആ കമ്പനിയിലല്ലേ. അതെന്താണ് കമ്പനിയുടെ നിനക്കൊരു പൂച്ച? ഓ ഇനി അതുമേ പിടിച്ച് തൂങ്ങണ്ട വാസു പ്ലീസ്. ഇന്നലെ ലൈന എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ കുഞ്ഞു വിളിച്ചപ്പോ ഒന്ന് ഇറങ്ങി നോക്കിയതാ. അത് കറക്റ്റ് ആയിക്കൊണ്ട് വള്ളി പുള്ളി തെറ്റാതെ എല്ലാം പറഞ്ഞു. ലാസ്റ്റ് ചേട്ടായിക്ക് വേണ്ടി വക്കാലത്തും പറഞ്ഞു. എന്റെ പാസണ്ട അതിവിദഗ്ധമായി പറ്റിക്കപ്പെട്ടു. കുറുക്ക് നിങ്ങളുടെ മോള് ഞാൻ ഇത്രയൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അമ്മേ ചോറ്. അമ്മാ ദേ പിച്ചക്കാരി വിളിക്കണു. പിച്ചക്കാരന്റെ മറ്റവള് ഞാൻ പോലും കാണാതെ എന്റെ മറ്റോട് പറയുന്നാടി. നിന്റെ മതിൽ അടിപൊളിയത് വന്ന് കഴിച്ചിട്ടുണ്ട്. അമ്മ എന്റെ ചിക്കൻ ഈ നാറി എടുത്ത് തുടങ്ങിയ രണ്ടും കൂടെ ഒന്ന് പോയടി ഇതെന്റെ അങ്ങനെ പാത്രത്തിട്ട് കൈയിട്ട് വരാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അടി? അമ്മ ഞാൻ ആ മുറിഞ്ഞടിക്കാടി പട്ടി. വീട് മേടിച്ച കൂട്ടിയാ. മേടിക്കാൻ മാത്രല്ല കൊടുത്തിട്ടുണ്ട്. എന്നാലും എന്റെ ചേട്ടന്റെ വിശ്വവിഖ്യാതനായ ശത്രുവിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ അവനെ കാണാതിരിക്കുന്ന ഇന്നെന്താണ് മോനെ? മനഃപൂർവ്വം അതിലുണ്ട് അച്ഛ. അവനാ ഓരോ പ്രശ്നം ഉണ്ടാക്കിയത്. കാര്യം എന്തായിരുന്നു? അതാണ് അറിയാം അതുകൊണ്ട് കയറി എങ്കിൽ കണക്കായി പോയി. അവൻ അങ്ങനെ തന്നെ വേണം ആ ലെവലാതി. എന്തിനാ തല്ലുണ്ടാക്കിയത്? ചുമ്മാ ഒരാളെ പോയി ആരും കയറി തല്ലില്ലല്ലോ. ഒരു കാര്യം കാണിക്കാൻ. ആ അതവന്റെ പെങ്ങളെ അവൻ സോഷ്യൽ മീഡിയ വഴി സ്റ്റോക്കിംഗ് ആണെന്ന് അവക്കെന്തോ വൾഗർ മെസ്സേജ് അയച്ചെന്നൊക്കെ പറഞ്ഞ് കയറി അവന്റെ മെയിൻ കളഞ്ഞു. എന്നാ പിന്നെ അവൻ രണ്ടെണ്ണം കൂടെ കിട്ടണമായിരുന്നു. തെണ്ടി. അല്ല നിന്നോട് ആരാ പറഞ്ഞത് ആ നാട്ടിൽ പോയി വക്കാലത്ത് പറയും? എടി അതിന് ഞാനിത് എപ്പോഴാ അറിഞ്ഞത്? കോളേജ് കഴിഞ്ഞ് ഞാൻ അവനെ കാണാൻ പോയത്. അപ്പോഴവൻ അവളെ ഇഷ്ടമാണെന്നും ആ പെണ്ണ് റിജക്ട് ചെയ്തെന്നും ഇവൻ അവൾക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്നതെന്നും പറഞ്ഞ് ചെറിയ ഡൗട്ട് അടിച്ചോണ്ട് അവനൊന്ന് മാറിയപ്പോ ഞാൻ ആ ഫോൺ എടുത്ത് നോക്കി. നീ അവന്റെ മെസ്സേജ് കണ്ടല്ലേ? കണ്ടു. സത്യം പറഞ്ഞ അവൻക്കൊന്ന് പൊട്ടിക്കാനാ തോന്നിയത്. ഇനി അവിടെ നിന്നാ ഞാൻ അവിടെ തല്ലുന്നായപ്പോ ഫോൺ അവിടെ ഇട്ട് ഞാനിങ്ങ് പോന്നു. സത്യം പറഞ്ഞിട്ട് മതിയൊന്നു വഴക്കിടാൻ പോകുന്നൊക്കെ. അല്ലെങ്കിൽ ഇവനിക്ക് ഇരട്ടേട്ടം കൂടുതലാ. അമ്മ ആദി ഇപ്പൊ നമ്മുടെ ബാബ കണ്ടതുകൊണ്ട് സന്തോഷം തന്നെ നീ വെറുതെ ഇരിക്കൂ. അതെ ആ പയ്യനെ ചെയ്തു. അപ്പൊ അച്ഛന് മനസ്സിലായില്ലേ ഇവൻ ചാടി ഇറങ്ങിയത് അതിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല. അവനെ തനിക്ക് ഇവന്റെ ശത്രുവാണോ ദേഷ്യം കൊണ്ടോ? ആ അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതങ്ങ് വിട്ടേരി. ചായ എടുക്കണേ ചേട്ടാ? ആണോ? എടുത്തു. ഇതാ
ഹായ് കേക്ക് ഇങ്ങോട്ട് താടാ. ഒന്ന് പോടി. ഇങ്ങനെ തരാ. എന്തോന്നും ഇടാനില്ലേ? ഒരുമാതിരി ഗ്രഹിണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട പോലെ ആ കവറിൽ ഞാൻ ക്യാൻറ്റീനിൽ ഞാൻ തന്നോളാം. അപ്പൊ ബൈ ലൂയിസ്, ഞാൻ റൂമിലേക്ക് പോവാണേ. എന്താടി ഇത്ര പെട്ടെന്ന്? പിന്നെ നീ വന്നിട്ട് അസൈൻമെന്റ് ചെയ്തു തരുമോ? നിനക്ക് എന്തോ ഒരു കള്ളത്തിലുണ്ട്, ഞാൻ കണ്ടുപിടിച്ചോളാം. പോകണ വെച്ചിരിക്കാൻ. അമ്മോ ജാഗരാണല്ലോടാ. സത്യം, ഇതിപ്പോ ആരെ സെലക്ട് ചെയ്യുന്നു ഒരു എത്തും പിടിയുമില്ല. ഫുള്ള് കൺഫ്യൂഷൻ ആണല്ലോ. ആ കൊച്ചാണ് നോക്കടാ. എവിടെ ആ കൊച്ച്? നീ അവിടെ കൂടുള്ളത് അവിടെ കൊച്ചാണെന്ന് തോന്നുന്നു. Age is just a number, man. Andy lover തേണ്ടി. പോടാ. എടാ, ആ കൊച്ചെന്നെ നോക്കി ചിരിച്ച്. ഏത് കൊച്ച്? അതുകൊണ്ട് ആ കൊച്ചിന് കണ്ണ് കാണാൻ പാടില്ലായിരിക്കും. പോടാ, നീ ഇവിടെ നോക്കിയിരുന്നോ, ചേട്ടൻ പോയി വിജയിച്ചു വരും. എടാ ദേടാ നിന്റെ സൂസൻ. ഭർത്താവേ എന്ത് നോക്കി നിൽക്കുക, വാടാ ഇങ്ങോട്ട്. ഇനി ആ മാരണം പോയിട്ട് താഴെ ഇറങ്ങാം. നിനക്ക് ശരിക്കും എന്താ എന്റെ ആദി? എന്ന് നല്ല കൊച്ചാണ്. ഞാൻ വല്ലതും ആയിരിക്കണം. എപ്പൊ കെട്ടിയെന്ന് ചോദിച്ചാൽ മതി. മോനെ സെബിനെ, അതാണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. അല്ല സത്യത്തിൽ മകന് പ്രേമിക്കാൻ ഉദ്ദേശമൊന്നുമില്ലേ? ഒന്ന് പോയടാ, ആ പരിപാടിയൊന്നും നമുക്ക് സെറ്റാവൂല. നമ്മളെല്ലാവരും ഇങ്ങനെ കുതിപ്പിച്ച് കടന്നു കളയും. അവസാനം ഏതെങ്കിലും ഒരു വലിപ്പിക്കുമ്പോ ഈ അസുഖം മാറിക്കോളും. പോടാ, എനിക്കുള്ള സമയമാകുമ്പോ എന്റെ മുമ്പിൽ തന്നെ വരും, അന്ന് ഞാൻ പിടിച്ചോളാം. ആ അപ്പം മുറുക്കി പിടിച്ചാൽ നിനക്ക് കൊള്ളാം. എനിക്ക് കോഫി വേണ്ട. ഇതാണ് എന്റെ സ്ട്രോബെറി ഷേക്ക്, ഇതെനിക്ക്. അപ്പൊ ബനാന മിൽക്കായിട്ട് ബ്രേക്കപ്പ് ആയാ? പൊടി പൊടി, എന്റെ ബനാന മിൽക്ക് തൊട്ട് കളി വേണ്ട. ആയിക്കോട്ടെ. അല്ല നിന്റെ വാലകളൊക്കെ ഉണ്ട്. താഴെ കളക്ഷൻ എടുത്തോ. എന്താണ്? അത് ഗെയിമിംഗ് സോണി കാണുമെന്ന് പറഞ്ഞടാ. അവന്റെ കാര്യം പറഞ്ഞ നമ്മുടെ കൂടെ കളയല്ലേ. പുസ്തകം വരെ കാണിക്കാനാണെ ഒരു കാര്യം തലയിരിക്കും. അൺറൊമാറ്റിക് മൂരാജി. റൊമാൻസ് ഒക്കെ മതി. വന്ന് വന്ന് എനക്കൊരു നാണം ഇല്ലാണ്ടായി. എന്റെ പെണ്ണിന്റെ അടുക്കല്ലേ ഞാൻ നമുക്ക് സഹിച്ചു. ഇവനെ നീ എന്തൊക്കെയാ ആലോചിക്കണേ? അല്ല എത്ര പെട്ടെന്നാണല്ലേ 3 വർഷം പോയത്. അതെ, മാത്രല്ല വീട്ടിൽ പിടിക്കാതെ ഒരാശ്വാസമാണ് മോനെ. അതൊന്നും നിങ്ങൾ ആണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. എനിക്ക് പിന്നെ ആ പേടിയില്ല. വാസു വെച്ചാൽ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്. പിന്നെ ചങ്കിടിപ്പോയി കൂടെ നിൽക്കാൻ പെങ്ങളും. ഈ ഒറ്റ കാര്യത്തിൽ എനിക്ക് നിന്നോട് അസൂയാണ്. നീ എന്ത് ചെയ്താലും നിന്റെ അനിയത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്യും. അതൊക്കെ ഞങ്ങള് 5 മിനിറ്റ് സംസാരിച്ചാൽ മതി, അത് അടിയിലേ നിൽക്കും. എനിക്കും നിങ്ങൾ ഇതൊരു അടിയൊന്നും വെച്ചിട്ടില്ലേ? സാധാരണ സിബ്ലിങ്സ് പോലെ കൊച്ചു കൊച്ചു അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് അതൊന്നും ഒരുപാട് വലുതായിട്ടില്ല. ഇനി പിണങ്ങി മാറിയിരുന്നാലും എൻഡ് ഓഫ് ദി ഡേ ചേട്ടായിന്ന് വിളിച്ച് കുഞ്ഞി എന്നെ അടുത്ത് വരും, അല്ലെങ്കിൽ ഞാൻ അവിടെ അടുത്ത് പോകും. നിങ്ങൾ നല്ല അടിയാ. പിന്നെ ഒരു അടിയാ. അടിയെന്നൊക്കെ പറഞ്ഞ വാക്ക് തർക്കത്തിലൊന്നും നിൽക്കൂല. കയ്യാങ്കളിയാകും. പപ്പു എന്നെ അടിക്കും, ഞാൻ ഇങ്ങനെ കളിക്കും. അവസാനം അമ്മ വന്ന് ഞങ്ങൾ രണ്ടിനും ഓടിക്കും. പിന്നെ അച്ഛൻ വന്നാലേ വീട്ടിൽ കയറും. ഒരു തവണ അമ്മ ഞങ്ങളെ വീട്ടിൽ നിന്ന് ചുറ്റും ഓടിച്ചതാ മടലായിട്ട്. പോരാളി. അല്ല ഈ പപ്പു എന്ന പേര് ആരിട്ടതാ? അച്ഛൻ ഇട്ടതാ. വണ്ടിവൻ വാ തുറന്ന പാപ്പം പാപ്പം പാപ്പം, ഇത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെയിട്ട പേരാ പപ്പു. അച്ഛനവൻ പപ്പു, അമ്മക്കവൻ ആദി, എനിക്കവൻ ചേട്ടത്തിന്റെ. നിന്റെ ചേട്ടൻ നമ്മുടെ കാര്യങ്ങൾ സമ്മതിക്കൂ. സത്യം പറഞ്ഞ വീട്ടുകാരെയും നമ്മുടെ കാര്യം അറിയാമെന്ന് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് മുട്ടിടിക്കും. വീട്ടുകാരെ ഇത്രയൊക്കെ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാലും റിലേഷൻഷിപ്പിനെ കുറിച്ച് വീട്ടിൽ പറയാൻ ഏതൊരു പെണ്ണിനും പേടിയാ. പ്രത്യേകിച്ച് എന്റെ ചേട്ടനോട് പറയുന്നത്. സംഗതി ഞങ്ങൾ നമ്മൾ അടിയാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുമ്പോ വീട്ടിൽ ഏറ്റവും പിക്കി അവനാ. ഇനി ഒരു ഡ്രസ് എടുക്കാനാണെങ്കിലും ഇതെനിക്ക് ഓക്കെ അല്ലേ, ഇതെനിക്ക് കംഫർട്ടബിൾ ആണോ, അങ്ങനെ 100 കൂട്ടം കാര്യം ചിന്തിക്കും. ആദ്യം ചിലപ്പോ എതിർക്കുമായിരിക്കും, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് എന്റെ ഇഷ്ടത്തിനവൻ എതിർ നിൽക്കില്ല. എടി, ഏട്ടൻ ഹലോ അമീസ്,
എപ്പിസോഡൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എഫ് ആണോ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണും, സ്വാഭാവികം അല്ലേ. ആൻഡ് ഇതൊരു ഷോർട്ട് എഫ് കൂടിയാണ്, കൂടിപ്പോയ ഒരു 5-6 എപ്പിസോഡ് അത്രയൊക്കെ കാണത്തുള്ളൂ. പിന്നെ ലെങ്ത് കുറച്ച് കുറവാണ്, ഐ നോ, ബട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സെറ്റാക്കാം. പിന്നെ ഞങ്ങള് 2 പേരാണ്, ഞാൻ യൂഞ്ചു, മറ്റേത് ഹൻസു ആണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്, ഞാൻ ഡബ് ചെയ്യുന്നു. പിന്നെ റൈറ്റിംഗ് ഞങ്ങൾ 2 കൂടെ ചെയ്യാറ്. പിന്നെന്താ, അപ്പോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ എഫ് ഇഷ്ടമെങ്കിൽ വെയിറ്റ് ചെയ്യുക. ജൂൺ 14 നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നതായിരിക്കും. നെക്സ്റ്റ് എപ്പിസോഡ് അത്യാവശ്യം ലെങ്ത് കൂട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അപ്പൊ ബൈ.